ഇന്നത്തെ കേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി മെട്രോപൊളിറ്റന്മാർക്ക് വേണ്ടിയും ഇന്ത്യയുടെ പരമ ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയിൽ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ഇന്ന് കേൾക്കുകയുണ്ടായി. അതിൽ ഈ കുറുവാ സംഘം പറഞ്ഞുകൊണ്ട് നടന്നത് ഹൈക്കോടതിയുടെ ഓർഡറും ജില്ലാ കോടതിയുടെ ഓർഡറും മുനിസിപ്പലിൻ്റെ ഓർഡറും ഒക്കെ നമുക്കെതിരായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ ഇതെടുത്ത് പുറത്ത് കളയുമെന്നായിരുന്നുവല്ലോ പറഞ്ഞിരുന്നത്. എന്നാൽ ഏകദേശം 2 പേജിൽ അധികമായിട്ടുള്ള ഒരു വലിയ ഓർഡറാണ് ഇന്ന് സുപ്രീം കോടതി പാസ് ഓൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചലഞ്ച് ചെയ്തത് ഹൈക്കോടതിയുടെ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഏകപക്ഷീയമായ ഓർഡറിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്തിരുന്നത്. ആ ഏകപക്ഷീയമായ ഓർഡർ സെറ്റസൈഡ് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ആ ഏകപക്ഷീയമായ ഓർഡർ ഇന്ന് 12 മണി മുതൽ അങ്ങനെ ഒരു ഓർഡർ ഭൂമുഖത്ത് നിലവിലില്ല. അതിനെ കൊന്നുകളഞ്ഞു സുപ്രീം കോടതി. രണ്ടാമത് ഇനി എന്തെന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുത്ത അപ്പീലാണ് ഹൈക്കോടതിയിൽ. ആ ഹൈക്കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്ത അപ്പീലിനെ കേട്ട രീതി ശരിയല്ല. പല കാരണങ്ങൾ കൊണ്ട്, കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് ഏകപക്ഷീയമായി വസ്തുതകൾക്ക് വിരുദ്ധമായി നമ്മൾ ഉന്നയിച്ച ഒരു വാദമുഖങ്ങളും രേഖപ്പെടുത്താതെയാണ് ആ ഓർഡർ ഹൈക്കോടതി ജഡ്ജി പാസ് ഓൺ ചെയ്തത്. ആ പാസ് ഓൺ ചെയ്തതിനകത്തെ കുറവുകൾ ഒന്നൊന്നായിട്ട് സുപ്രീം കോടതി നിരത്തി. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഫ്രെയിം ചെയ്തു കൊടുത്തു. ഇന്ന കാര്യങ്ങൾ, നമ്മൾ ഉന്നയിച്ച ഇന്ന കാര്യങ്ങൾ സ്പെസിഫിക്കായിട്ട് ഹൈക്കോടതി അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഫ്രഷ് ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന്, ഈ സ്യൂട്ട് കൊടുക്കാനായിട്ട് പ്രിമാ ഫേസി അവർക്ക് കാരണം വല്ലതും ഉണ്ടോ? ഈ കൊടുത്തിരിക്കുന്ന ലിൻസോയ്ക്കും വേറൊരു അപ്പച്ചനും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതിന് പ്രിമാ ഫേസി റീസൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ആ പ്രിമാ ഫേസി ഓർഡർ അതിൻ്റെ റീസൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. 2, ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിനു വേണ്ടി റിലേ ചെയ്തിരിക്കുന്നത്? കാരണം അത് പറയാനായിട്ടുള്ള കാരണം സേവറിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിൻ്റെ ആകമാന സുറിയാനി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മാത്രമേ എന്നെ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊന്നും ഹൈക്കോടതി ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം അടുത്തത് അതിന് ഇഷ്യൂ ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കോടതിക്ക് എന്താണ് ബോധ്യമാകുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാകാൻ പാടുള്ളൂ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ ഹൈക്കോടതി ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്നാമത്തെ എന്തായിരുന്നു? പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സേവറിയൂസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഓർഡറിൽ ഒറ്റ അക്ഷരം പോലും എഴുതിയിട്ടില്ല. അതായത് പരിശുദ്ധ സിംഹാസനം നൽകിയിരിക്കുന്ന സൽമൂസായെക്കുറിച്ച് നമ്മളിതെല്ലാം രേഖയിൽ കൊടുത്ത് അതിവിശദമായിട്ട് വാദിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു രേഖ പോലും പറഞ്ഞിട്ടില്ല. അപ്പം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റിക്ക് ആ ആളിനെ സസ്പെൻഡ് ചെയ്യാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനും അപ്പോയിന്റ് ചെയ്ത അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് സൽമൂസാക്ക് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ സൽമൂസായെക്കുറിച്ചും ഒന്നും യാതൊരു വിധമായ കാര്യവും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ അതെല്ലാം വിശദമായിട്ട് പരിശോധിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ പേരിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവായ്ക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുവാൻ അധികാരമുണ്ടെന്ന് അപ്പോയിൻമെൻറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അതുകൂടി പരിശോധിക്കണം. ഇത് കൂടാതെ ആർഗ്യുമെൻ്റ് നടത്തുന്ന സമയത്ത് ഈ കേസ് കൊടുത്ത 2 മിടുക്കന്മാർക്ക് ഇങ്ങനെ കേസ് കൊടുക്കാൻ അധികാരമുണ്ടോ? ഓർഡർ 1 റൂൾ 8 പബ്ലിക്കേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ അവർക്ക് ഇനി വേറൊരുത്തിൻ്റെ പേരിൽ പാത്രിക്കീസ് ബാവ നടപടി എടുത്താൽ ഇവർക്ക് പോയി ഞാൻ അപ്പീൽ കൊടുക്കാൻ കേസ് കൊടുക്കാൻ ഇവർക്ക് അധികാരമുണ്ടോ? അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇരു കൂട്ടർക്കും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കേട്ട് ടൈം ബൗണ്ടായിട്ട് ഇത് തീർക്കുവാനായിട്ടാണ്. അതായത് ഇതുവരെ ഇറക്കിയ ആ ഓർഡർ ക്വാഷ്ഡായി. അപ്പോൾ
മെത്രാപ്പൊലീത്തായുടെ, അതായത് സസ്പെൻഡഡ് മെത്രാപ്പൊലീത്തായുടെ സസ്പെൻഷൻ്റെ വാലിഡിറ്റി ഈ പറഞ്ഞിരിക്കുന്ന പാരാമീറ്ററുകൾ പരിശോധിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. ആ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റുകൾ പോലും പരിശോധിക്കാതെ ഇതെല്ലാം അങ്ങ് ഡിസ്മിസ് ചെയ്ത് നമ്മുടെ അപ്പീൽ ഡിസ്മിസ് ചെയ്യായിരുന്നു ഹൈക്കോടതി ചെയ്തത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ടൈം ബൗണ്ടായിട്ട് ഹൈക്കോടതിയും ടൈം ബൗണ്ടായിട്ട് ലോവർ കോടതിയും കേട്ട് തീർക്കുവാനായിട്ട് ഹൈക്കോടതി തന്നെ താഴോട്ട് നിർദ്ദേശം കൊടുത്ത് ഈ പാരാമീറ്ററുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ കേസുകളെല്ലാം തീർക്കാൻ. അങ്ങനെയാണ് ഇന്നത്തെ വന്നിരിക്കുന്ന വിധി. അത് വളരെ ചരിത്രപരമായ ഒരു വിധിയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവായ്ക്ക് പൂർണ്ണ അധികാരം സകല കാര്യങ്ങളിലും ഉണ്ടെന്ന് നേരിട്ട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. കാരണം അതങ്ങനെ പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ എതിർഭാഗം പറഞ്ഞു, ഞങ്ങൾ ഈ ഹൈക്കോടതിയുടെ ഓർഡറുകളെയൊക്കെ തളച്ചിട്ടുകൊണ്ട്, ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻസുകളെ തളച്ചിട്ടുണ്ട്, അതിനെ എംഡ്രാമിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിനെ എംഡ്രാമിൽ ചെയ്തുകൊണ്ട് സമയബന്ധിതമായിട്ട് കേട്ടു തീർക്കാനായിട്ട് ഒരു ഓർഡർ ഈ സുപ്രീം കോടതി കൊടുത്താൽ പോരെ, അത് മതിയല്ലോ, ഞങ്ങൾക്ക് അതിന് തയ്യാറാണ്. അതായത് വീണ്ടും റീഹിയർ ചെയ്യാം, അവരുടെ ഒബ്സർവേഷൻസിനെല്ലാം തടഞ്ഞിട്ടുകൊണ്ട് ഫ്രഷായിട്ട് കേൾക്കാൻ. സുപ്രീം കോടതി അതിനും സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞ പാരാമീറ്ററുകൾ മുഴുവൻ പരിശോധിച്ച് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇഷ്യൂസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഓർഡർ പാസ് ഓൺ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ ഡയറക്ഷനാണ്. ഒരു ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു പരമോന്നത നീതിപീഠത്തിന് ഒരു കീഴ്ക്കോടതിക്ക് കൊടുക്കാവുന്ന അങ്ങേ അറ്റത്തെ ഒരു ഓർഡറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ പള്ളയാമ്പറമ്പിനും കൂട്ടരും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അവരും ആശ്വസിക്കട്ടെ, അവരുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നം, നമ്മൾ അവരോടൊന്നും തർക്കത്തിനില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, സ്റ്റീം റോളർ ഉരുണ്ടു വരുന്നത് പോലെ നെഞ്ചിന് നേരെയാണ് ഇത് ഉരുണ്ടു വരുന്നത്. അത് ഇനിയും ഇവരുടെ ഇതുവരെ നടത്തിയ കളികളൊന്നും നടക്കത്തില്ല. കാരണം സത്യമായിട്ട് തന്നെ വരും. ഇവരിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുനിസിപ്പൽ കോടതി എതിരായി, ജില്ലാ കോടതി എതിരായി, ഹൈക്കോടതി എതിരായി, ഇനി സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി അപ്പോഴേ ചുരുട്ടി എറിഞ്ഞ് നമ്മളെ ഓടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്ങനെയാണ് എതിരായിട്ട് വന്ന ഓർഡറുകളെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ധാരണയുണ്ട്. നമ്മളതൊന്നും പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ അത് എല്ലാ സ്ഥലത്തും അതൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നീതിയോടെ ദൈവം ഇന്ന് നീതി സംസ്ഥാപിച്ചു തന്ന ദിവസമാണ്. നീതി മലവെള്ളം പോലെ നമുക്ക് ഒഴുകി തന്ന ദിവസമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവത്തോട് നന്ദി പറയുക. ഇന്നലെ രാത്രിയിലൊക്കെ ഉറങ്ങാതെ പ്രാർത്ഥിച്ച അനേക ആളുകളുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിനെ ഈ പൈശാചിക സംഘം അപമാനിക്കുന്നത് കേൾക്കുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ച അനേക ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കുകയാണ്. ദൈവത്തിനോട് യേശുവെ നന്ദി, താങ്ക് യു ജീസസ് എന്ന് യേശുവിനോട് നന്ദി പറയണം. പരിശുദ്ധ സിംഹാസനം ജയിക്കുക തന്നെ ചെയ്യും. ഈ പൈശാചിക സംഘത്തിൻ്റെ പൈശാചിക കൂട്ടായ്മയ്ക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല. ഇനിയും വെള്ളച്ചാട്ടത്തിനോട് അടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുമെന്ന് പറഞ്ഞ പോലെ ഇവരുടെ പൈശാചിക പ്രവർത്തനങ്ങളുടെ പതനത്തിന് വേഗത കൂടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ആമീൻ.